അത് പിന്നെ അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്നുള്ള ശരിയാ. അത് പിന്നെ എത്ര വർഷം മുമ്പാ? അപ്പൊ നീ പണ്ടേ ഇത്രയും നോട്ടി ആയിരുന്നു അല്ലേ? അല്ല, നമ്മൾ ആദ്യമായിട്ട് എവിടെന്ന കണ്ടുമുട്ടിയത്? കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്നെ എനിക്ക് ഓർമ്മയുണ്ട്, പറയട്ടെ. പറ എനിക്ക് കേൾക്കണം. അനു, this is the limit. മതി, നിർത്ത്, ഞാൻ പോവാ. എന്താ ടോണി ഇത്? ഇതൊക്കെ ഒരു രസമല്ലേ? എനിക്ക് അത്ര രസമായിട്ടൊന്നും തോന്നുന്നില്ല. ഞാൻ വന്നത് ടോണിമോൻ ഇഷ്ടായിട്ടില്ല അല്ലേ? ഇല്ല. പിന്നെ എന്റെ കാശ് ഞാൻ തന്നേക്കാം. അതും പറഞ്ഞ് നീ എന്റെ കോഫി ഷോപ്പിൽ വന്ന് എന്റെ സ്വസ്ഥത എടുത്താ നോക്കിയാ. ടോണി, നീ എന്താ ഇങ്ങനെ? ഇവള് വന്നത് എങ്ങനെയാ നമുക്ക് ശല്യാവുന്നേ? ഈ കുട്ടി വന്നില്ലായിരുന്നേ നമ്മൾ ഇന്ന് അവിടെ ഇരുന്നേനെ, ബില്ലും കൊടുക്കാണ്ട് ജോബി വരുന്നവര്. ഇത് വളരെ ചീപ്പാണ്. അല്ലെങ്കിൽ ഈ സാധനം എന്ന് വന്നാലും ഞാൻ ചീപ്പാകാറുണ്ട്, അല്ല ചീഞ്ഞളിയാറുണ്ട്. അനു ഇതിന് വട്ടാണ്. മതി ടോണി, നീ ഇനി കൂടുതൽ പറയാൻ നിൽക്കണ്ട. നിനക്ക് വരണമെങ്കിൽ വരാം, ഞാൻ ഇവളുടെ കൂടെ പോവാ. തടീന് ഇവിടെ പോയി കിടക്കും. ടോണി, അളിയാ തെളിവിളിക്കല്ലേ പ്ലീസ്. ഞാനെത്തി. എന്താ കാര്യം പറ. എടാ, ഞാനും അനുവും സംസാരിച്ച് മാറ്ററിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോഴാ നാശം വന്ന് വിട്ടത്. ആര്? ചിഞ്ചു. ദൈവമേ, എന്നിട്ട് സാധനം അവിടെ ദേ പോണു. ഓ ഗോഡ്. എടാ, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഞാൻ എങ്ങനെയെങ്കിലും അതിൻ്റെ കൂടെ കയറ്റി വിടാം. അവൻ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയും. ഇല്ലെങ്കിൽ ആ നാശം എന്തേലും പണി ഒപ്പിക്കും. വാ കേറ്. ഓക്കെ, വാ വിടാം. നീ അത് മൈൻഡ് ചെയ്യാനൊന്നും നിൽക്കണ്ട. ചിഞ്ചു, നിന്റെ പപ്പ കോഫി ഷോപ്പിൽ വെയിറ്റ് ചെയ്യാം. പെട്ടെന്നല്ലോ. പാവം പപ്പ, എനിക്ക് ഉടനെ കോഫി ഷോപ്പിലേക്ക് പോണം. വേഗം പോ. നേരെ ഒന്ന് കൊണ്ടുവിട്. പിന്നെന്താ, വാ കേറ് കേറ്. പോട്ടെ. യാത്ര ബസ്സിലൊക്കെ പിന്നെ കേറും. വേഗം പിടിച്ചിരുന്നോണേ. ഓക്കെ, വിട്ടോ. രക്ഷപ്പെട്ട്. ഈ പപ്പമാരുടെയൊക്കെ ഒരു കാര്യം അല്ലേ? അപ്പ നീരജ്, അവര് തമ്മിൽ എന്താ? ആര് തമ്മില്? അനു ടോണിയും തമ്മിൽ. അവര് തമ്മില് വലിയ ലവ് അല്ലേ? കല്യാണം കഴിക്കാൻ പോവാ. രോഹിച്ച് സമ്മതിച്ചോ? എല്ലാരും സമ്മതിച്ചു. ഇനിയെങ്കിലും അവനെ ഒന്ന് വിട്ടൂടെ നിനക്ക്? നല്ല കുട്ടിയ, അത് നടക്കട്ടല്ലേ. ഞാൻ എന്തിനാ വെറുതെ അതിന്റെ ഇടയ്ക്ക്? എന്താ പറഞ്ഞേ? ടോണിമോൻ ഇഷ്ടാണെങ്കി അത് നടക്കട്ടല്ലേ നീരജ്? എന്താ ഇപ്പൊ ഇങ്ങനെ നീ? നമുക്ക് മാറിക്കൊടുത്തേക്കാം. പപ്പയൊന്നും വന്നിട്ടില്ലെന്ന് എനിക്കറിയാം. അവർക്ക് ശല്യമാവാതിരിക്കാൻ ഞാൻ സ്വയം മാറിക്കൊടുത്തതാ. അവര് തമ്മിൽ നല്ല ചേർച്ച. ഇനി ഞാൻ ടോണിമോനെ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. എത്ര കാലമായി ഇത്. പപ്പയോട് ഞാൻ എന്താ പറയാ? നീ ഇനി വിഷമിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. അവൻ അനുവിനെ ട്രാക്കാക്കാതെ ഞാൻ നോക്കിക്കോളാം. നീ ഇത്ര അവനെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവനിനി നിന്റെ കൂടെ തന്നെ ജീവിച്ചാ മതി. പറയുന്ന നീരജ, കളി ഞാൻ കാണിച്ചു തരാം. അവനെന്നെ വേണ്ട നീരജ്. എനിക്ക് ഞങ്ങൾക്ക് ഇനി തൊട്ട് നീ ടോണിയുടെ പെണ്ണ. അപ്പോളോ നീ ധൈര്യത്തോടെ മുന്നോട്ട് വെക്കും. ബാക്കി ഞാൻ നോക്കിക്കോളാം. പഞ്ചാര കുഞ്ചു ടോണി മോനെ, ഇനി കാണിച്ചു തരാടാ കളി.